ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ കണക്കിൻ്റെ പാഠമാണ് സമാന്തര വരകൾ. സമാന്തര വരകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടേമല്ലേ. 6ാം ക്ലാസ്സിൽ സമാന്തര വരകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താ സമാന്തര വര എന്ന് പറഞ്ഞാൽ, രണ്ട് വരകൾ നമ്മൾ കൂട്ടിമുട്ടാതെ എത്ര വേണമെങ്കിലും നീട്ടി വരക്കാൻ പറ്റും. അതായത് അത് തമ്മിലുള്ള അകലത്തിലും മാറ്റം ഉണ്ടാവില്ല. ഇതുപോലെ രണ്ട് വര, അതായത് എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത, തമ്മിലുള്ള അകലം മാറാത്ത വരകളാണ് സമാന്തര വരകൾ. എത്ര നീട്ടിയാലും അത് കൂട്ടിമുട്ടുകയില്ല, അത് തമ്മിലുള്ള അകലം മാറുകയില്ല. ഇനി ഇതിൽ തന്നെ സമാന്തര വര നമ്മൾ സ്കെയിലും മട്ടും ഉപയോഗിച്ച് എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരച്ചു. എന്നിട്ട് ആ സ്കെയിലിനെ കുത്തനെ ഇതുപോലെ പിക്ചർ കാണുന്ന പോലെ വെച്ചിട്ട് മട്ടത്തിൻ്റെ കോണ് ഭാഗം സ്കെയിലിനോട് മുട്ടിച്ച് വെക്കുക. എന്നിട്ടത് ഈ ഭാഗത്തൂടെ അങ്ങനെ വരയ്ക്കുക. അപ്പോൾ ആ രണ്ട് വരകൾ എന്താണ്? സമാന്തര വരയാണ്. ഇനി നമ്മളൊരു വര വരച്ചു. ആ വര വരച്ചിട്ട് ഒരേ ചെരിവിൽ ആ വരേൻ്റെ മേലെ കൂടെ രണ്ട് വരകൾ വരച്ചു. ഒരു വര വരച്ചു, ഒരേ ചെരിവിൽ രണ്ട് വര വരച്ചു. അതെന്താ? ആ രണ്ട് വരകളും എന്താണ്? സമാന്തരമായിരിക്കും. ഇതും ഇതും സമാന്തര വരകളാണ്. ഇനി രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജം ആണ് സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം. സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശമുള്ളത്. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരം എന്ന് പറഞ്ഞാൽ ഇതാ പിക്ചർ നോക്കിയാൽ ഈ വശവും സമാന്തരമാണ്, ഈ വശവും സമാന്തരമാണ്. അങ്ങനെയുള്ള 4 വശമുള്ള ഒരു രൂപത്തിൻ്റെ പേരാണെന്ത്? സാമാന്തരികം. രണ്ട് ജോഡി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജമാണ് സാമാന്തരികം. ഓക്കെ.